10 വർഷം കേരളത്തെ അടക്കി ഭരിച്ച പിണറായി വിജയൻ എന്ന ഏകാധിപതിയുടെ അടപ്പൂരിയ മന്ത്രിമാരെ പറ്റി പറയാതെ പോയാൽ ശരിയാവില്ല എന്നതുകൊണ്ടാണ്. ഒന്നാമത്തെ മന്ത്രി വീണ ജോർജാണ്. വീണ ജോർജിന്റെ കാലത്ത് ഉണ്ടായിട്ടുള്ള ആരോഗ്യ മേഖലയിലെ തകർച്ച, നേരത്തെ കഴിഞ്ഞ 5 വർഷക്കാലത്ത് ആരോഗ്യ മേഖലയിൽ കുറച്ചൊക്കെ ലക്ഷ്യബോധത്തോടെ പെരുമാറാൻ കഴിഞ്ഞിട്ടുണ്ട്. വലിയ വികസനമൊന്നും കൊണ്ടുവരാൻ കഴിഞ്ഞിട്ടില്ല എന്നുണ്ടെങ്കിലും ഒരു ലക്ഷ്യബോധം ഉണ്ടായിരുന്നു. എന്നാൽ ഈ കഴിഞ്ഞ 5 വർഷത്തിൽ കുരങ്ങന്റെ കയ്യിൽ പൂമാല കിട്ടിയതുപോലെയായിരുന്നു ശരിക്കും വീണ ജോർജിന്റെ കയ്യിൽ ആരോഗ്യവകുപ്പ് കൊടുത്തത് എന്ന് പറയാതിരിക്കാൻ വയ്യ. അവർക്ക് അവരുടെ പേരും പെരുമയും എടുക്കാൻ വേണ്ടി എന്തൊക്കെയോ കാട്ടിക്കൂട്ടുന്നു, എന്തൊക്കെയോ പറയുന്നു എന്നതിലുപരി കേരളത്തില് ഒരു 3-3.5 കോടി ജനങ്ങളുണ്ട് എന്നും അവരുടെ ആരോഗ്യത്തെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് ഇവിടെ ചില ഗവൺമെന്റ് ആശുപത്രികൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ളതെന്നും മെഡിക്കൽ കോളേജിൽ ഉണ്ടാക്കി വെച്ചിട്ടുള്ളതെന്നും ഈ മെഡിക്കൽ കോളേജ് അടക്കമുള്ള ഗവൺമെന്റ് ആശുപത്രികളിൽ സാധാരണക്കാരായ പാവപ്പെട്ടവരായിട്ടുള്ള ആൾക്കാരെ ചികിത്സിക്കാൻ വേണ്ടിയിട്ടുള്ളതാണെന്നും അതുകൊണ്ട് അവിടെ അതിനാവശ്യമായ ഉപകരണങ്ങളും ആവശ്യമായ ഡോക്ടർമാരും ഉണ്ടായിരിക്കേണ്ടത് അത്യാവശ്യമാണ് എന്നും അറിയാത്ത ഒരു മന്ത്രിയായിരുന്നു വീണ ജോർജ് എന്നാണ് പറയുന്നത്. അതായിരുന്നു വാസ്തവം. കഴിഞ്ഞ ദിവസം നടന്ന ഒരു സംഭവം തന്നെ എടുക്കാം. 10 വർഷത്തിന് ശേഷമാണല്ലോ ഇതൊക്കെ നടക്കുന്നത്. മെഡിക്കൽ കോളേജിൽ ചികിത്സയ്ക്ക് പോകുന്നു. മെഡിക്കൽ കോളേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റുള്ള എല്ലാ ആശുപത്രികളും കയ്യൊഴിഞ്ഞ കേസുകളാണ്. ഇനി ഒരു രക്ഷയുമില്ല. ഇനി നേരെ മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോകുക അവസാനത്തെ ആശ്രയമാണ് ഒരു സാധാരണക്കാരന്റെ. ആ മെഡിക്കൽ കോളേജിലേക്ക് 10 പൈസ വകയില്ലാത്ത ഒരാൾ ആശുപത്രിയിലേക്ക് ചെല്ലുമ്പോൾ, രോഗി കൊണ്ട് അവിടെ ചെല്ലുമ്പോൾ ആ ആശുപത്രിയിൽ അഡ്മിറ്റ് ചെയ്യുന്നു, മറ്റെന്തൊക്കെയോ കാര്യങ്ങൾ ചെയ്യുന്നു, സർജറി കഴിയുന്നു, എല്ലാം കഴിയുന്നു. പക്ഷെ അത് കഴിഞ്ഞിട്ട് അനുബന്ധ ഉപകരണങ്ങൾ ഇല്ല, കേടുവന്ന് കിടക്കാണത്രേ. എന്നിട്ട് പറയുകയാണ് നിങ്ങൾ തൊട്ടടുത്തുള്ള ആശുപത്രിയിലേക്ക്, സ്വകാര്യ ആശുപത്രിയിലേക്ക് വലിയ ബില്ല് വരുന്ന, ലക്ഷക്കണക്കിന് ബില്ല് വരുന്ന ദിവസം പോലും. ഇപ്പൊ കഴിഞ്ഞ ദിവസം ഞാനൊരു ഒരു ആക്സിഡന്റ് കേസുമായി ബന്ധപ്പെട്ട് ഞാനൊരു ആശുപത്രി പോയി. കോട്ടക്കലിലുള്ള ഒരു സ്വകാര്യ ആശുപത്രിയിലേക്ക് പോയി. 2 ദിവസമാണ് അവിടെ എത്തിയിട്ട് ആയിട്ടുള്ളത് രോഗി. ഇതുവരെ ആ 2 ദിവസം കൊണ്ട് 1,75,000 രൂപ ബില്ല് വന്നിട്ടുണ്ട് എന്നാണ് ഞാൻ അറിഞ്ഞത്. 2 ദിവസം കൊണ്ട് ആ മാതിരി ബില്ലാണ് വരുന്നത്. ഇതൊക്കെ താങ്ങാൻ കഴിയാത്തത് കൊണ്ടാണ് ഈ ഗവൺമെന്റ് ആശുപത്രിയിലേക്ക് പോകുന്നത്. ആ ഗവൺമെന്റ് ആശുപത്രികളിൽ ആവശ്യത്തിന് ഡോക്ടർമാരും സർവീസും മറ്റു കാര്യങ്ങളും ഇല്ലാത്തത് കൊണ്ടാണ് നേരെ മെഡിക്കൽ കോളേജിലേക്ക് തട്ടുന്നത്. അവിടെ സർജറി ചെയ്ത കേസ് അവിടെ നിന്ന് നേരെ സ്വകാര്യ ആശുപത്രിയിലേക്ക്, സ്റ്റാർ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകാനാണ് മെഡിക്കൽ കോളേജ് എന്ന് പറയുന്നത്. മെഡിക്കൽ കോളേജിൽ നിന്ന് പറയുന്നത്. അപ്പൊ ഇതിന്റെ ബില്ല് ആര് നോക്കും? കുറെ പണം ഞങ്ങൾ സംഘടിപ്പിച്ച് തരാമത്രേ. അത് നടക്കുന്ന കാര്യമാണ്. ഡോക്ടർമാരും മറ്റുള്ളവരും ഇങ്ങനെ പണം സംഘടിപ്പിച്ച് കൊടുക്കുന്നെങ്കിൽ അതിന് അർത്ഥം എന്താണ്? അവിടെ ചികിത്സാപ്പഴവ് സംഭവിച്ചു പോയിട്ടുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. ഈ മെഡിക്കൽ കോളേജിലെ ഡോക്ടർമാരും മെഡിക്കൽ കോളേജ് സംവിധാനങ്ങളും വീണ ജോർജ് അടക്കമുള്ളവരും കഴിഞ്ഞ 10 വർഷം കൊണ്ട് ശ്രമിച്ചത് സ്വകാര്യ ആശുപത്രികളിലെ ബില്ല് കൂട്ടാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ അവർക്ക് അവരുടെ സൗകര്യങ്ങൾ ജനങ്ങൾ ഉപയോഗപ്പെടുത്തട്ടെ, അവിടെ നിന്ന് കമ്മീഷൻ പറ്റാൻ വേണ്ടിയിട്ടാണ് എന്ന് തോന്നുന്നു. രോഗികളെല്ലാവരും കൂടെ അങ്ങോട്ട് ചെന്ന് കഴിഞ്ഞാൽ കമ്മീഷൻ കിട്ടുമല്ലോ. നിങ്ങൾ തൊട്ട് സമീപത്തുള്ള ക്ലിനിക്കുകൾ നിങ്ങൾ നോക്കൂ. ആ ക്ലിനിക്കിൽ വരുന്ന സ്പെഷ്യലൈസ്ഡ് ഡോക്ടർമാർ തൊട്ടടുത്തുള്ള സ്റ്റാർ ഹോസ്പിറ്റലിൽ ഏതെങ്കിലും ഡോക്ടർമാരായിരിക്കും കൊണ്ടുവരിക. ഈ ക്ലിനിക്കിൽ ആ ഡോക്ടർ വന്ന് പരിശോധിക്കുമ്പോൾ അതിന്റെ വിദഗ്ധ പരിശോധനയ്ക്ക് നേരെ ഇവിടുന്ന് തട്ടുന്നത് അങ്ങോട്ടാണ്. അതായത് ഈ ക്ലിനിക്കുകൾ വലിയ ആശുപത്രികളുടെ ഇരപിടിയൻ കേന്ദ്രങ്ങളാണ്. ഇവിടുന്ന് അവിടെ എത്തുമ്പോൾ അതിന്റെ കമ്മീഷൻ ഇവർക്ക് ഇവിടെ കൊടുക്കുന്നു. ഇതാണ് സംഭവിക്കുന്നത്. വലിയ ആശുപത്രികളിലേക്ക് സാധാരണക്കാർ നേരിട്ട് ചെന്ന് കയറാത്തത് കൊണ്ട് അവരുടെ തറവാട് വിറ്റും കുടുംബം വിറ്റും പെണ്ണുമുള്ളയുടെ കെട്ടുതാലി വിറ്റും ഒക്കെ അവിടെ ചികിത്സിക്കാൻ വേണ്ടി ഈ ക്ലിനിക്കുകൾ ഇരപിടിയൻ കേന്ദ്രങ്ങളാകുന്ന സമയത്താണ് ഇത്തരത്തിലുള്ള നാടകങ്ങൾ കൂടി വീണ ജോർജിന്റെ നേതൃത്വത്തിൽ കളിക്കുന്നത് എന്ന് പറയാതിരിക്കാൻ വയ്യ, ആരോഗ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ. അപ്പോ ഈ മെഡിക്കൽ കോളേജിൽ നിന്ന് ഇത്തരത്തിൽ ആശുപത്രിയിലേക്ക് തട്ടിയ കഥ കഴിഞ്ഞ ദിവസമാണ്, ഒരാഴ്ച തികഞ്ഞിട്ടില്ല. ഈ കഴിഞ്ഞ 10 വർഷമായിട്ട് ഇവിടെ 2 വിഭാഗങ്ങളായി ഭരിച്ചിരുന്നല്ലോ. കഴിഞ്ഞ 5 വർഷം വീണ ജോർജാണ് ഭരിച്ചുകൊണ്ടിരുന്നത്. എന്നിട്ടും അവർക്ക് ഇതൊന്നും കാണാൻ കഴിഞ്ഞില്ല. മെഡിക്കൽ കോളേജിന്റെ ശോച്യാവസ്ഥ ഒന്നും കാണാൻ കഴിഞ്ഞില്ല. ഒന്നും തന്നെ അറിയാൻ കഴിയുന്നില്ല എന്നുണ്ടെങ്കിൽ ഇതിൽ പരം നാണം കെട്ട വേറൊരു മന്ത്രി കേരളത്തിൽ, കഴിവുകെട്ട വേറൊരു മന്ത്രി കേരളത്തിൽ ഉണ്ടായിട്ടുണ്ടോ? ഹർഷിത കേസ്, ഉഷ ജോസഫ് കേസ്, ഇതൊക്കെ നമുക്കറിയാലോ. കത്രിക മറന്നു വെച്ചപ്പോ 50 കൊല്ലം കത്രിക അവിടെ ഇരുന്നാൽ തുരുമെടുക്കൂലത്രേ. 5 മിനിറ്റ് അവിടെ ഇരുന്ന് കഴിഞ്ഞാൽ വേദനിക്കുന്ന ശരീരം കൊണ്ട് നടക്കണം. എന്താണെന്ന് അറിയാതെ വർഷങ്ങളായി വേദനിച്ച് നടക്കുമ്പോൾ 50 കൊല്ലം അവിടെ ഇരുന്നാലും കുഴപ്പമില്ല. എന്നിട്ട് ആ ഡോക്ടറെയും അവരെയൊക്കെ സംരക്ഷിക്കാൻ വേണ്ടി ഇറങ്ങി തിരിച്ചവരാ ഇവരൊക്കെ. അതായത് സാധാരണക്കാരായ ജനങ്ങൾക്ക് യാതൊരു വിലയുമില്ല. അവരുടെ ആരോഗ്യത്തിനോ അവരുടെ സമ്പത്തിനോ അവരുടെ ജീവിതത്തിനോ യാതൊരു വിലയും കൊടുത്തിട്ടില്ല. കൊല്ലം കുറെ ആയി വയറ്റിൽ കത്രിയും വെച്ചോട് നടന്നിട്ട് അവസാനം 2 ലക്ഷം ഉണവയും കൊടുത്തുകൊണ്ട് ഒഴിവാക്കാൻ ശ്രമിച്ച ഒരു മന്ത്രിയാണ് വീണ ജോർജ് എന്ന് മനസ്സിലാക്കണം. അവർ അനുഭവിച്ച വേദന, അവർ നഷ്ടപ്പെട്ടിട്ടുള്ള അവരുടെ ജീവിതം, ഇതിനെല്ലാത്തിനുള്ള കോമ്പൻസേഷൻ. അതായത് ഹർഷിത എന്ന വീട്ടമ്മയ്ക്ക് വീണ ജോർജ്, അതായത് ആരോഗ്യമന്ത്രിയായിരുന്ന വീണ ജോർജ് കൊടുത്തിട്ടുള്ള വില, അവരുടെ ജീവന്റെ വില എന്ന് പറയുന്നത് 2 ലക്ഷം രൂപയാണ്. നാണം കെട്ട മറ്റൊരു സംഭവമാണ് ആശാവർക്കർമാരുടെ സമരം.
എത്ര കാലം അവിടെ നടന്നു. എന്നിട്ട് അവർക്കെതിരെ പരിഹാസപൂർവ്വമായിട്ടുള്ള ഡയലോഗുകളും നിലപാടുകളും എടുത്തുകൊണ്ട് ഈ ആരോഗ്യമന്ത്രി ഇങ്ങനെ നാടകം കളിക്കുന്നത് കണ്ടു. ഇനി അവസാനം കളിച്ച നാടകമാണ് കണ്ണൂർ റെയിൽവേ സ്റ്റേഷനിൽ. അത് നമുക്ക് എല്ലാവർക്കും അറിയാം. ഒരു ചെറിയൊരു തുണിക്കഷ്ണം, കറുത്തൊരു തുണിക്കഷ്ണം കൊണ്ട് 4-5 ചെറുപ്പക്കാർ റെയിൽവേ സ്റ്റേഷനിൽ വന്നിട്ട് കരിങ്കുടി ഒന്ന് പൊക്കി ഒന്ന് വീശി. ഏതാണ്ട് 10-20 മീറ്റർ ദൂരെ അവർ നിൽക്കുന്നത്. അടുത്തേക്ക് വരാൻ പോലീസുകാർ സമ്മതിക്കില്ലല്ലോ. അതായത് മന്ത്രിയെ വളഞ്ഞ് പോലീസുകാരുണ്ട്. ഇത്തരത്തിൽ കരിങ്കുടി പ്രകടനങ്ങളും മറ്റും നടത്തുന്ന സമയത്ത് പോലീസുകാരെ അറിയിച്ചിട്ടാണ് സാധാരണ എല്ലാ സമരങ്ങളും നടക്കാറ്. അത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി നടത്തുന്ന സമരമായാലും കോൺഗ്രസ്സുകാർ നടത്തുന്ന സമരമായാലും എന്തെങ്കിലും പ്രതിഷേധമുണ്ടെങ്കിലും അത് ആദ്യം തന്നെ ഞങ്ങൾ ഇത്തരത്തിലൊരു പ്രതിഷേധം നടത്തും എന്ന് പറയും. പോലീസുകാർ പറയും നിങ്ങൾ ഈ ലെവലിൽ മാത്രമേ ചെയ്യാൻ പാടുള്ളൂ, ഇതിന്റെ അപ്പുറത്തേക്ക് പോകരുത് എന്ന് പറയും. അതിന്റെ ഉള്ളിൽ നിന്നുകൊണ്ടാണ് അവർ പ്രതിഷേധങ്ങൾ നടത്തുന്നത്. കാരണം ഇത്തരം പ്രതിഷേധങ്ങളൊക്കെ നടക്കുന്നത് വാർത്താ മാധ്യമങ്ങളിലൂടെ വരാൻ വേണ്ടിയിട്ടാണ്. ഇത്തരത്തിൽ ഞങ്ങൾ പ്രതിഷേധിക്കുന്നുണ്ട് എന്ന് ജനം അറിഞ്ഞ് പ്രതികരിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും നാണം കെട്ട്, നാണവും മാനവും ഉള്ള ജനപ്രതിനിധികളാണ്, മന്ത്രിമാരാണ് അവിടെ ഉള്ളതെങ്കിൽ അവർ ഇത് പരിഹരിക്കാൻ നോക്കും. ഇതിനു വേണ്ടിയിട്ടാണ് ഇത്തരത്തിലുള്ള സമരങ്ങളൊക്കെ നടത്തുന്നത്. എന്നാൽ നാണവും മാനവും ഉളുപ്പുമില്ലാത്ത നമ്മുടെ ആരോഗ്യമന്ത്രി ചെയ്തതെന്ന് വെച്ചാൽ ഇവരുടെ അടുത്തേക്ക് ആക്രോശം കൊണ്ട് ചെന്നു. എന്നിട്ട് പെരടിക്ക് പിടിച്ചുകൊണ്ട് എന്റെ പെരടിക്ക് അവർ അടിച്ച് കഴുത്തൊടിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് നാടകം കളിച്ച് ICUയിൽ അഡ്മിറ്റ് ആകുന്നു. പിന്നെ അവിടെ നിന്ന് കാറിൽ യാത്രയാകുന്നു. കൊലപാതക ശ്രമത്തിന്, വധശ്രമത്തിന് നിരപരാധികളായ 5 ചെറുപ്പക്കാരെ ജയിലിൽ അടയ്ക്കുന്നു. ഇത്രത്തോളം ക്രൂരയായിട്ടുള്ള ഒരു ആരോഗ്യമന്ത്രിയായിരുന്നു ഇവിടെ കഴിഞ്ഞ 5 വർഷം ഭരിച്ചുകൊണ്ടിരുന്നത്. അതായത് പിണറായി വിജയൻ മന്ത്രിസഭയെ ഇത്ര 8 നിലയിൽ പൊട്ടിച്ച് മൂട്ടിലിരുത്താൻ വേണ്ടി പങ്കുവച്ചിട്ടുള്ള മന്ത്രിമാരിൽ ഏറ്റവും പ്രധാനി വീണ ജോർജ് ആണെന്ന് നിസ്സംശയം പറയാം. ആരോഗ്യ മേഖലയെ പരിപോഷിപ്പിച്ചുകൊണ്ടാണ് പിണറായിയെ വീട്ടിലിരുത്തിയെന്നുണ്ടെങ്കിൽ അത് പിണറായി വിജയന്റെ നാക്കിന്റെ കുഴപ്പം കൂടെ ഉണ്ട്. എന്നാലും പിണറായിയെ മാത്രമേ വീട്ടിലിരുത്തുമായിരുന്നുള്ളൂ ജനം. അത് നമ്മൾ ധർമ്മടത്ത് കണ്ടതാണ്. പക്ഷെ വോട്ട് എണ്ണലിന്റെ ഒരു സമയത്ത് പോലും ഒരു വോട്ട് പോലും അബിൻ വർക്കിയുടെ മേലെ കടന്നു വരാത്ത, ഒരു മിനിറ്റ് പോലും മേൽക്കോയ്മ വരാത്ത ഒരു മന്ത്രി എന്ന് പറയുന്നത് വീണ ജോർജ് എന്ന് പറയുമ്പോൾ അവരെ ഏത് നിലയിലാണ് ജനം കൈകാര്യം ചെയ്തത് കണ്ടത് എന്ന് മനസ്സിലാക്കാം. അതുപോലെ നാട്ടുകാരെ നാണം കെടുത്തിയിട്ടുള്ള കഴിവ് കെട്ടാന്ന് പറയാൻ പറ്റില്ല, കഴിവുള്ള മന്ത്രി തന്നെയാണ്. കഴിവും വിവരവും വെള്ളിയാഴ്ചയും ഉള്ള ആള് തന്നെയാണ്. പക്ഷേ ഒന്നും ചെയ്യാതെ, ഒന്നിനും കൊള്ളാത്ത മാടമ്പിത്തരം മാത്രം കാണിച്ചുകൊണ്ട് മറ്റുള്ളവരുടെ മണ്ടയിൽ സോഷ്യൽ മീഡിയ ക്യാമറകളുടെ മുന്നിൽ ആളാകാൻ വേണ്ടി മാത്രം നടന്ന മറ്റൊരു മന്ത്രി ഉണ്ടായിരുന്നു, മന്ത്രി KB ഗണേഷ് കുമാർ. ഇപ്പൊ ഒന്ന് പറയും, ജനം പ്രതികരിക്കുമ്പോൾ സോഷ്യൽ മീഡിയയിലൂടെ പൊങ്കാല വരുമ്പോൾ നിയമപരമായി നടക്കില്ല എന്ന് കരുതുമ്പോൾ ഉടനെ അത് മാറ്റിപ്പറയും. ഞാൻ അങ്ങനെ പറഞ്ഞതാണ്, ഞാൻ ഇങ്ങനെ പറഞ്ഞതാണെന്ന് പറയും. ഇട്ടുമൂടാൻ പണമുണ്ട് എന്ന് കരുതി ഇവിടുത്തെ സാധാരണക്കാരെ ജനങ്ങളുടെ മണ്ടയിൽ കുതിര കയറാൻ ചെന്ന് കഴിഞ്ഞാൽ അവർ പൊങ്കാലയിടും, സ്വാഭാവികം. ആ നാണക്കേടിന്റെ പേരാണ് കഴിഞ്ഞ 10-25 കൊല്ലമായി തന്റെ മണ്ഡലത്തിൽ അപ്രമാദിത്വം അവസാനിപ്പിച്ചുകൊണ്ട് വീട്ടിൽ പോയിരിക്കാൻ പിണറായി വിജയൻ പറഞ്ഞതുപോലെ ഈ KB ഗണേഷ് കുമാറിനെ വീട്ടിലിരുത്താൻ അവിടുത്തെ ജനം തീരുമാനിച്ചത്. ചെയ്ത മാടമ്പിത്തരത്തിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ആയൂരിൽ വെച്ച് ഒരു ബസ് അങ്ങോട്ട് തടഞ്ഞു നിർത്തിയിട്ട് ഒരു കുപ്പിന്റെ കാര്യം പറഞ്ഞുകൊണ്ട് അങ്ങോട്ട് കാണിച്ചത്, പട്ടി ഷോ കാണിച്ചത്. ആ പട്ടി ഷോ ജനങ്ങൾ എത്രത്തോളം അദ്ദേഹത്തെ വെറുത്തു, അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ആ ഒരു കഴിവില്ലാത്ത ആളാണെങ്കിൽ ഓക്കെ, വിവരമില്ലാത്ത ആളാണെങ്കിൽ പല മന്ത്രിമാരുണ്ടായിരുന്നു നമുക്ക്. അത്തരത്തിൽ പല മന്ത്രിമാരും സംസാരിക്കാൻ പോലും കഴിയാത്ത, ഇപ്പൊ 1000, 200, 300, 400 എന്ന് പറഞ്ഞ മന്ത്രിമാരൊക്കെ നമുക്കുണ്ട്. അവർക്ക് വിദ്യാഭ്യാസം ഉണ്ടോ ഇല്ലയോ എന്നുള്ളതല്ല, ഈ പറയുന്നത് തെറ്റാണെന്ന് പോലും അറിയാത്ത മന്ത്രിമാരുണ്ട്. പക്ഷെ ക്ഷമിച്ചിട്ടുണ്ട്. പക്ഷെ KB ഗണേഷ് കുമാർ കാണിച്ചിട്ടുള്ള ഈ മാടമ്പിത്തരത്തെ എല്ലാവരും പുച്ഛിച്ചാണ് തള്ളിയത്. ആയൂരിൽ നടന്നിട്ടുള്ള ആ സംഭവം തന്നെ ജനം എങ്ങനെയാണ് പ്രതികരിച്ചത്, അന്നത്തെ സോഷ്യൽ മീഡിയ പോസ്റ്റുകളൊക്കെ എങ്ങനെയാണ് വന്നിരുന്നത് എന്ന് ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. അതിന്റെ ഫലമാണ് ഈ തെരഞ്ഞെടുപ്പിൽ KB ഗണേഷ് കുമാർ പലിശ സഹിതം ഏറ്റുവാങ്ങിയത്. 10-25 കൊല്ലത്തെ തന്റെ അപ്രമാദിത്വം കെട്ടിച്ചു ചാമക്കാല. ഒരു നേരത്തെ അന്നത്തിന് വേണ്ടി പെടാപ്പാട് പെടുന്ന KSRTC തന്റെ വകുപ്പിലെ ഏറ്റവും താഴേക്കുള്ള സാധാരണക്കാരെ, ചെറുപ്പക്കാരനെ പിടിച്ചു നിർത്തിയിട്ടാണ് വലിയ വകുപ്പും പത്രാസും പറഞ്ഞൊരു കാലുകുപ്പിന്റെ പേരിൽ. അത് മാടമ്പിത്തരമല്ലാതെ പിന്നെന്താണ്? പിന്നെ നന്ദികേടിന്റെ പര്യായമായിട്ടുള്ള മറ്റൊരു കേസാണ് KSRTC ഡ്രൈവർ യദുവിന്റെ കേസ്. യദുവിന്റെ കാര്യത്തിൽ ആദ്യം മന്ത്രി പറഞ്ഞിരുന്നത് യദുവിന്റെ ഭാഗത്ത് തെറ്റൊന്നുമില്ല, അത് വിജിലൻസ് അങ്ങനെയാണ് പറഞ്ഞത്, KSRTCന്റെ അന്വേഷണ വിഭാഗം അങ്ങനെയാണ് പറഞ്ഞത് എന്നാണ്. എന്നാൽ ഈ തെരഞ്ഞെടുപ്പിൽ തോറ്റ് തുന്നമ്പാടി മന്ത്രിസ്ഥാനം രാജിവെക്കുന്നതിന്റെ അതുവരെ ഒരു തീരുമാനമെടുക്കാൻ കഴിയാത്ത കഴിവുകെട്ട ഒരു മന്ത്രിയായി പോയല്ലോ. അത് ആരെ ഭയന്നിട്ടാണ്? ഏതായാലും യദു എന്ന് പറഞ്ഞ ചെറുപ്പക്കാരനെ തൊട്ട മുഴുവൻ ആൾക്കാരും, ആ ചെറുപ്പക്കാരന്റെ അന്നം മുടക്കിയ ഒരു ചെറിയൊരു കുട്ടിയുണ്ട്, ആ കുട്ടിയെ ഒരു ദിവസമെങ്കിലും പട്ടിണിക്കിട്ട ഒരുത്തൻ പോലും ഗുണം പിടിച്ചിട്ടില്ല എന്ന് മനസ്സിലാക്കണം. അതിനെല്ലാവരും പെടും. അതായത് ആ കേസിൽ പെട്ടിട്ടുള്ള യദു എന്ന് പറഞ്ഞ ചെറുപ്പക്കാരനെ ദ്രോഹിച്ചിട്ടുള്ള എല്ലാവരും തോറ്റു എന്നാണ്. മുഖ്യമന്ത്രി പിണറായി വിജയന്
ഭരണം അതേപടി നഷ്ടപ്പെട്ടു പോയി. KB ഗണേഷ്കുമാർ തോറ്റു. മേയർ ആര്യ രാജേന്ദ്രനെ അവസാനം തലസ്ഥാനം തന്നെ BJPക്ക് എഴുതി കൊടുത്തിട്ട് അവിടെ നിന്ന് ഇറങ്ങേണ്ടി വന്നു. സച്ചിൻ ദേവ് തോറ്റില്ല. എല്ലാവരും പോയി, എല്ലാവരും വീട്ടിലായി, മുഴുവൻ ആൾക്കാരും വീട്ടിലായി. അതായത് വളരെ ചുരുങ്ങിയ സമയത്തിനുള്ളിലാണ് പൊട്ടനെ കിട്ടൻ ചതിച്ചാൽ കിട്ടനെ ദൈവം ചതിക്കും എന്ന മട്ടിൽ ഇവരെല്ലാവരും അടിവാങ്ങി കൂട്ടിയത്. സത്യം യദുവിനൊപ്പമാണെന്ന് പറഞ്ഞ KB ഗണേഷ്കുമാർ അത് നടപ്പിലാക്കാനുള്ള ആർജവം കാണിക്കാതിരിക്കുന്നപ്പോ നീതികേടാണ് താൻ കാണിക്കുന്നത് എന്ന് ദൈവം പറഞ്ഞു കൊടുത്ത ഒരു വഴിയായിട്ടാണ് ഇപ്പൊ എനിക്ക് തോന്നുന്നത്. നമ്മുടെ സംസ്ഥാനത്ത് നീതിമാനായ ഒരു മുഖ്യമന്ത്രി ഉണ്ടായിരുന്നു, ഉമ്മൻചാണ്ടി. അദ്ദേഹത്തിന്റെ അവസാന കാലത്ത് ജനങ്ങളുമായി എങ്ങനെയാണ് ഇടപഴകിയത് എന്ന് നമ്മുടെ മുഖ്യൻ, ഇപ്പൊ സ്ഥാനമൊഴിഞ്ഞ മുഖ്യൻ കാണിച്ചു തന്നിരുന്നു. ഒന്ന് അനുകരിക്കാൻ ശ്രമിച്ചിരുന്നു, പക്ഷെ നടന്നില്ല. അത് പൗരപ്രമുഖരെ പിന്നാലെ പോകാനേ കഴിഞ്ഞുള്ളൂ. പക്ഷെ ഉമ്മൻചാണ്ടി എന്ന് വിളിക്കുമ്പോൾ ആ ഉമ്മൻചാണ്ടി എന്നുള്ള വിളിയിൽ അത് എന്തുകൊണ്ട് വന്നു എന്ന് ചോദിക്കുമ്പോൾ എത്ര സരസമാണ് അദ്ദേഹം മറുപടി പറയുന്നത്. ഒരാൾ തന്നെ കാണാൻ വന്നാൽ എത്ര സന്തോഷത്തോടെയാണ് അവർ സ്വീകരിച്ചിരിക്കുന്നത്, അവരെ പ്രശ്നങ്ങൾ എത്ര തന്മയത്വത്തോടെയാണ് പരിഹരിക്കുന്നത്. ഇതൊക്കെ കണ്ടുപഠിക്കേണ്ടതില്ലേ? അത്തരത്തിലുള്ള ഒരാളെ പെണ്ണുകേസിൽപ്പെടുത്തി അയാളെ നാണം കെടുത്തി അയാളെ കുടുംബവും കുളം തോണ്ടി അവസാനം മാനസികമായി തകർന്ന് ജീവൻ ഒടുക്കേണ്ടി വന്ന, അങ്ങനെ പറയുന്നതാണ് ശരി, കൊന്നു ഉമ്മൻചാണ്ടിയെ, മാനസികമായി വിഷമിച്ചുകൊണ്ട് കൊന്നു. അതിന്റെ ഒന്നാമത്തെ ഉത്തരവാദി KB ഗണേഷ്കുമാർ അല്ലേ? എന്ത് കാണിച്ചാലും ആ ശാപമെല്ലാം അത് ഫലിക്കും. ഈ കാലത്ത് തന്നെ ഇവിടെ നിന്ന് അനുഭവിച്ചു പോകേണ്ടി വരും. ഏതായാലും കഴിഞ്ഞ 10 വർഷം ഈ കേരളം അടക്കി ഭരിച്ച ഏകാധിപതിയെ ഭരണമില്ലാതെ വീട്ടിലെത്തി. ഇനിയിപ്പോ MLA സ്ഥാനം രാജിവെക്കാൻ പോവാ. MLA ആയിട്ട് മൂപ്പർ അവിടെ ഒന്നിരിക്കില്ല, പ്രതിപക്ഷ സ്ഥാനം ഇല്ല. പിന്നെ MLA ആയിട്ട് കഴിഞ്ഞ 10 വർഷം ഭരിച്ച രാജാവ് അവിടെ ചെന്നിരിക്കാന്ന് പറഞ്ഞ നാണക്കേടാ. ധർമ്മത്ത് ഉടനെ തന്നെ തെരഞ്ഞെടുപ്പ് വരും. ആ ധർമ്മോടം കൂടി നഷ്ടപ്പെടാനാണ് ഇനി പോകാൻ പോകുന്നത് എന്നാണ് എനിക്ക് തോന്നുന്നത്. 10-60 വണ്ടിയും അതുപോലെ എസ്കോർട്ടും മറ്റു കാര്യങ്ങളും രാജവാഹനവുമായി സഞ്ചരിച്ചിരുന്ന ആ മഹാരാജാവിന് എങ്ങനെ ഒരു MLA കാറിൽ ഒരു അകമ്പടിയും ആളും ഒന്നുമില്ലാതെ എങ്ങനെ വന്നിരിക്കാൻ സാധിക്കും? എനിക്ക് തോന്നുന്നില്ല സാധിക്കുന്നുള്ളത്. ആ അവസ്ഥയിലേക്ക് അദ്ദേഹത്തെ എത്തിക്കാൻ ശ്രമിച്ചതിൽ പ്രമുഖരായ 2 മന്ത്രിമാർ അത് ഇവരാണ്. ബാക്കിയുള്ളവരുണ്ട്, നമുക്ക് തുടങ്ങാം. 10-13 പേർ എന്തായാലും അതിന് ശരിയായി ശിക്ഷ ഏറ്റുവാങ്ങിയിട്ടുണ്ട്. അതിൽ ഏറ്റവും അധികം ശിക്ഷയ്ക്ക് അർഹിക്കുന്നത് ഇവർ 2 പേരും തന്നെയാണ്. കാര്യം ഒരു ജനപ്രതിനിധി എന്ന നിലയിൽ മാന്യമായി പെരുമാറാൻ അവർക്ക് സാധിച്ചിട്ടില്ല. കാരണം കഴിവോ മറ്റു കാര്യങ്ങളോ ഇല്ലാഞ്ഞിട്ടല്ല. ഒരാൾക്ക് വിവരമില്ല എന്നുണ്ടെങ്കിൽ മറ്റേ ആൾക്ക് ആ വിവരവും കഴിവും ഉണ്ടായിരുന്നു, അയാൾ അത് ചെയ്തില്ല. ഏതായാലും ഒരു സാമൂഹ്യ ദ്രോഹി എന്ന നിലയിൽ ജനം വിലയിരുത്തിയത് കൊണ്ടാണ് ഇവരെ 2 പേരെയും വീട്ടിലിരുത്തിയത്. Different angles. Don't forget to subscribe and support this channel.